ഇങ്ങനെ പ്രശ്നമൊന്നും പറ്റില്ല. നാഞ്ഞു വലിച്ചൊക്കെ നോക്കി. അതെ അല്ല അത് ഞാൻ വലിച്ചു നോക്കി. എത്ര എങ്ങനെ പിള്ളേർ വലിച്ചാൽ പോലും അപ്പൊ ഇൻ കേസ് ഇതിപ്പോ മാത്രമായിട്ട് കംപ്ലൈന്റ് ആയാൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഈ പാർട്ട് മാത്രം റീഏജൻസി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബ്ലൈൻഡ്സ് ഇടുക എന്നുള്ളതല്ല, അത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ആൾക്കാർക്ക് വലിയൊരു സംഭവമാണ് ഇത്. നോർമലി നമുക്ക് ക്ലോത്ത് വാഷ് ചെയ്യുന്ന പോലെയൊക്കെ വാഷ് ചെയ്യാം. അതിനേക്കാളൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പല മെത്തേഡുകളുണ്ട്. ഏറ്റവും സിമ്പിളസ്റ്റ് മെത്തേഡ് ഞാൻ പറയാം. മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു എടുക്കുക. കോട്ടൺ തുണിയോ തെർമോക്കോളോ എന്തെങ്കിലും സ്പോഞ്ച്. ഇപ്പൊ എന്റെ കൈ നിലവിരിക്കുന്ന ഒരു സ്പോഞ്ചാ. ഞാൻ ഈ പീസ് ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം. പ്രിയപ്പെട്ടവരെ, സുഹൈലാണ് നിൽക്കുന്നത്. കൊല്ലം ജില്ലയിൽ ചക്കോളിയിലാണ്. വിൻഡോ ബ്ലൈൻഡ്സ് കേരളത്തിലെ ഏറ്റവും ട്രെൻഡിങ് ആയ ഒരു സബ്ജക്റ്റാണ് വിൻഡോ ബ്ലൈൻഡ്സ്. ഈ വിൻഡോ ബ്ലൈൻഡ്സ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഹൈ ക്വാളിറ്റി ബ്ലൈൻഡ്സ് വിൽക്കുന്ന ഒരു ഫാക്ടറിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കൊണ്ട് ഒത്തിരി പറയാൻ ഈ കിടക്കുന്ന എല്ലാം ബ്ലൈൻഡ്സ് ആണ്. സുഹൈൽ നമസ്കാരം. നമസ്കാരം. ഇന്ന് ബ്ലൈൻഡ്സിന്റെ വിശേഷമാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ? അപ്പൊ ഈ ബ്ലൈൻഡ്സ് എന്ന് ചിലർ പല പേര് പറയുന്നുണ്ട്. വിൻഡോ ബ്ലൈൻഡ്സ്, റോളർ ബ്ലൈൻഡ്സ്, സീബ്ര ബ്ലൈൻഡ്സ്. അപ്പൊ ഇതെല്ലാം ഒരു ബേസിക് ബ്ലൈൻഡ്സ് ആണ്. ഇവിടെ ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടാണ്. ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ എന്ന് വെച്ചാൽ പ്ലസ് 1000 ഡിസൈൻസ് ഉണ്ട്. 1000 ഡിസൈൻ ഉണ്ട്. ഒരു ക്ലയന്റ് വന്നാൽ ഇത് കൂടാണ്ട് നമുക്ക് കാറ്റലോഗ് ഉണ്ട്. നമ്മളുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ക്വാളിറ്റിയിൽ കേരളത്തിൽ ചെയ്യുന്നതാണ് നമ്മളുടെ സ്ഥാപനം. റിയ ഏജൻസീസ് ആണ്. നമ്മുടെ സ്വന്തം ഫാക്ടറി പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഡിസൈനിന്റെ ഫ്രണ്ടിലാണ്. ഇത് കണ്ട ഇതിപ്പോ ഒരു സീബ്ര ബ്ലൈൻഡ്സ് ആണ്. ബ്ലൈൻഡ്സിന്റെ ഒരു വലിയ വിശേഷം തന്നെ ഉണ്ട്. അത് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ തുടങ്ങാം. സാധാരണ ഈ ബ്ലൈൻഡ്സ് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. വളരെ കോസ്റ്റ്ലി സാധനമാണ്. ഞാൻ രണ്ടു നേരത്തെ അന്വേഷിച്ചപ്പോൾ 150, 250, 300, 500 അങ്ങനെ റേഞ്ച് ഹൈ ആയിട്ട് പോവാം. സത്യത്തിൽ പ്രൈസ് സ്റ്റാർട്ടിങ് എത്ര നമ്മുടെ ഇവിടെ? ഇപ്പൊ ഒരു ഗ്രാസിന്റെ കേസ് പോലെ തന്നെ ഇപ്പൊ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ റിയ ഏജൻസീസ് ഫേമസ് ആണ്. പ്രത്യേകിച്ച് പരസ്യത്തിന്റെ ആവശ്യമില്ല. അപ്പോ ഈ ബ്ലൈൻഡ്സിന്റെ കേസിലും ഏറ്റവും ക്വാളിറ്റിയിൽ ഈ ഒരു പ്രൈസ് കുറവിന് ക്വാളിറ്റി സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളാണ്. അപ്പൊ നോർമൽ ഡിസൈൻസിലുപരി നമ്മളിപ്പോ കണ്ടില്ലേ, ഒരു ക്ലയന്റിന് പറ്റുന്ന രാജകീയമായിട്ടുള്ളത് ചില ആൾക്കാർക്ക് ഒട്ടനവധി ഒരാളുടെ പെയിന്റ് മാച്ച് ആയിട്ടുള്ള ബ്ലൈൻഡ്സ് വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാണ്. ഈ ഒരു സാധനം നമുക്ക് ഒരു ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന്റെ ഒരു പാറ്റേൺ കണ്ടോ? വൈറ്റ്, നമുക്ക് ലൈറ്റ് കളർ, നമുക്ക് ഡാർക്ക് പെയിന്റ് ഉള്ളത്. അപ്പൊ അതായത് ഞങ്ങൾ ഇൻസ്റ്റലേഷൻ സർവീസ് അടക്കമുണ്ട്. അപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് നമ്മൾ പെയിന്റ് എടുക്കാം. നമ്മുടെ ബേസിക് സാധനത്തിന്റെ റേറ്റ് എങ്ങനെയാണ്? നമ്മൾ ബേസിക് ഇൻക്ലൂഡിങ് അതിന് മുമ്പ് ഒരു കാര്യം പറയണം. നമ്മൾ ഇൻക്ലൂഡിങ് 70 GST അടക്കമാണ് ചെയ്യുന്നത്. 70 രൂപയ്ക്ക്. അതല്ല ഞങ്ങളുടെ ശരിക്കും വില. നമ്മൾ ശരിക്കും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യുന്നുണ്ട്, താഴ്ത്തി ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ക്ലയന്റിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങളിപ്പോ 70ക്ക് ചെയ്തു കൊടുക്കുന്ന സാധനം ഇപ്പൊ നമ്മുടെ ഫാക്ടറി തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് കാലമായി. ഇതുവരെ ഒരു സൈഡിലും കംപ്ലൈന്റ് വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ആ 70ക്ക് ചെയ്യുന്ന സാധനം എന്ന് വെച്ചാൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ഇതിലാണ് ചെയ്യുന്നത്. ഈ കിടക്കുന്ന എല്ലാം പല പല ഡിസൈൻസിന് ബ്ലൈൻഡ്സ് ആണ്. ഇപ്പൊ നമ്മുടെ ബേസിക് മോഡൽ ബ്ലൈൻഡ്സ് ഏതാ? ഇപ്പോ നമ്മുടെ ബേസിക് മോഡൽ ഈ കിടക്കുന്ന കുറെ കളേഴ്സ് നമ്മുടെ തേക്കിന്റെ കളർ. ഇത് ഞാൻ ഇവിടെ ഇട്ടേക്കുന്ന എല്ലാം ബെസ്റ്റ് സെല്ലിംഗ് ആണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് 70 രൂപ GST അടക്കം നമുക്ക് വരുന്നുള്ളൂ. ഇതിപ്പോ ഒരു 10 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു 10 സ്ക്വയർ ഫീറ്റിന് എത്ര വരും? 700 രൂപ വരും. വേറെ ഒരു ചാർജും ഇല്ല. പിന്നെ കൊറിയർ അയക്കുമ്പോൾ നമുക്ക് എന്ത് വരും? കൊറിയർ ചാർജ് വരും. ഇൻസ്റ്റലേഷൻ പോകുമ്പോൾ ഇൻസ്റ്റലേഷൻ ചാർജ് വരും. ഇതിനകത്ത് ആൾക്കാർ ഡൗട്ട് ഈ ഒരു സാധനം ഇത് കംപ്ലൈന്റ് ആവുന്നുള്ളത്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചില്ലേ നിങ്ങൾക്ക് വില കുറച്ച് ചെയ്യാൻ പറ്റുമെന്ന്? ബേസിക് നമ്മുടെ സാധനമാണ് ക്ലോത്ത്. ഇപ്പൊ നമുക്ക് നമ്മൾ പ്രൈസ് കുറവ് ചോദിക്കുമ്പോൾ നമുക്ക് ഈ പെൽമെറ്റ് കണ്ടോ? ഇതിപ്പോ നമ്മൾ ഇട്ടേക്ക് നല്ല ഗേജ് ഉള്ള, നല്ല വെയിറ്റ് ഉള്ള, നല്ല അലൂമിനിയം ആണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് പ്രൈസ് കുറയ്ക്കുമ്പോൾ ഇതിൽ ക്വാളിറ്റി കുറയ്ക്കണം. ഈ കൺട്രോൾ യൂണിറ്റ് ഇത് കണ്ടോ? ഇതിപ്പോ നമ്മുടെ കൺട്രോൾ യൂണിറ്റ് വെച്ചാൽ ബെസ്റ്റ് കൺട്രോൾ യൂണിറ്റാ. ഒരുപാട് യൂസ് ചെയ്യാം. ഇങ്ങനെ പ്രശ്നമൊന്നും പറ്റില്ല. നാഞ്ഞു വലിച്ചൊക്കെ നോക്കി. അല്ല അത് ഞാൻ വലിച്ചു നോക്കി. എത്ര എങ്ങനെ പിള്ളേർ വലിച്ചാൽ പോലും അപ്പൊ ഇൻ കേസ് ഇതിപ്പോ മാത്രമായിട്ട് കംപ്ലൈന്റ് ആയാൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഈ പാർട്ട് മാത്രം റിയ ഏജൻസിന്ന് മാറിത്തരും. അങ്ങനെ ഇപ്പൊ കുറച്ച് നാള് ഇപ്പൊ എന്റെ അടുത്ത് ഒരു ക്ലയന്റ് ഇത് മേടിച്ചു. അവർക്ക് ക്ലോത്ത് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ ക്ലോത്ത് മാത്രം എന്ത് ചെയ്യാം? വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നിങ്ങൾ ഇത് മേടിച്ചുകൊണ്ട് പോയി നിങ്ങൾ ഇതിനകത്ത് ഈ കൺട്രോൾ യൂണിറ്റിന് കംപ്ലൈന്റ് വന്നാൽ അത് മാത്രമായിട്ട് മാറിക്കിട്ടും. ഇവിടുന്ന് മാറിത്തരും. അതുകൂടാതെ ഇപ്പൊ ഒരു 6-7 വർഷമായി നമ്മുടെ ഈ ഗേജ് ഒക്കെ യൂസ് ചെയ്യുന്ന നല്ല ക്വാളിറ്റി ഗേജാ. അതുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും വരത്തില്ല. അപ്പൊ ഈ ക്ലോത്ത് ഒക്കെ നമ്മൾ കണ്ട് ഒരു മടുപ്പൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം? ഈ ക്ലോത്ത് മാത്രം പെർ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് നമുക്ക് ക്ലോത്ത് മാത്രം മാറിക്കൊടുക്കും. നേരെ അവിടുന്ന് റിയ ഏജൻസിയുടെ ഫാക്ടറിയിലോട്ട് വന്നു. ഈ കിടക്കുന്ന എല്ലാം ബ്ലൈൻഡ്സിന്റെ റോൾസ് ആണ്. അപ്പൊ ആൾക്കാർ നോക്കുമ്പോൾ വേണ്ട 3 മീറ്ററുള്ള ഈ റോളാണ്. ഈ റോളിലെയാണ് നമ്മൾ ആൾക്കാരുടെ പരിവ് അനുസരിച്ച് കട്ട് ചെയ്ത് വെട്ടിച്ചുരുക്കി. അപ്പൊ ചെറിയ പീസൊക്കെ എടുക്കുമ്പോൾ ശരിക്കും നമുക്ക് നഷ്ടമാണ്. എന്നാൽ പോലും നമ്മൾ അതിൽ പ്രൈസ് കൂട്ടുന്നില്ല. എക്സാക്ട് സ്ക്വയർ ഫീറ്റ് കണക്കൂട്ടിയ ക്ലയന്റിന് കൊടുക്കുന്നത്. ഇത്രയും വലിയ റോളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെട്ടി ചുരുക്കി. ഇപ്പൊ വേണ്ട ഒരു പാർട്ടീന്റെ ഇപ്പൊ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു ഹൗസ് വാമിംഗ് പാർട്ടിയുടെ മെറ്റീരിയലാ. കണ്ടില്ലേ?
ഇതുപോലെ നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്ത് എല്ലാം ചെയ്തിട്ട് നമ്മൾ അയക്കും. എന്തെങ്കിലും കംപ്ലൈന്റ് കേരളത്തിൽ എവിടെയും കൊറിയർ ചെയ്യും. ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് ഇവിടുന്ന് കൊറിയർ വരുന്നുണ്ട്. നമ്മള് ഇത് സ്വന്തം ഫാക്ടറി ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാർട്ട് കംപ്ലൈന്റ് പറ്റിയാൽ തന്നെ നമുക്ക് എന്തെടുക്കാം? നമ്മൾ ലൈഫ് ടൈം തന്നെ കൊടുക്കാം. ലൈഫ് ടൈം കൊടുക്കാം. നമ്മൾ വാറന്റി നമ്മുടെ ഫാക്ടറി ചെയ്യുന്ന പ്രത്യേകിച്ച് കംപ്ലൈന്റ്സ് വരത്തില്ല. ഇൻ കേസ് വന്ന ആ പാർട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, മാറി അതിന്റെ ഒരു ചെറിയ കോസ്റ്റേ വരത്തുള്ളൂ. അത് വേറെ ഒരു കമ്പനി ഇല്ല. ഇതിപ്പോ വേണ്ട ഇതുപോലെ ഒരു ക്ലോത്ത് നമ്മൾ വേണ്ട വെട്ടി കസ്റ്റമൈസ് ചെയ്ത്. അപ്പം ആൾക്കാർ ചോദിക്കും ഈ പ്രൈസ് എങ്ങനെ കുറയ്ക്കാന്ന്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഗേജിൽ കുറയ്ക്കാം. എന്റെ ഈ ക്ലോത്തിന്റെ ഒരു ഷീർ കണ്ടോ, ഇത് കണ്ടോ, ഇത് നല്ല അടുപ്പമുള്ള ഷീറാണ്. അപ്പോ നമ്മള് ഈ ക്ലോത്തിനകത്ത് ക്വാളിറ്റി കുറയ്ക്കുക വെച്ചാല് ഷീർ അകലമുള്ള ക്ലോത്ത് വരും. ഇതെന്നൊക്കെ വെച്ചാൽ നല്ല പ്രീമിയം ക്ലോത്ത് ആണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് കാര്യം ഒരേപോലെ ഇരിക്കും ബ്ലൈൻഡ്സുകളെല്ലാം. അതെ അതെ. പക്ഷെ ഇതിനകത്ത് ഹൈ ക്വാളിറ്റി സാധനം തിരിച്ചറിയണമെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് നോക്കണം അല്ലെ. ഗ്യാപ്പ് നോക്കുന്ന മാത്രം പോരാ, ഈ ഒരു ക്ലോത്തിന്റെ ക്വാളിറ്റി നോക്കണം. അപ്പൊ നമ്മുടെ ഈ ക്ലോത്ത് എന്ന് വെച്ചാൽ കണ്ടില്ലേ, പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങൾ വരത്തില്ല. നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല ഹൈ ക്വാളിറ്റി ആണ്, ഒരു കംപ്ലൈന്റും വരത്തില്ല. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബ്ലൈൻഡ്സ് ഇടുക എന്നുള്ളതല്ല, അത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ആൾക്കാർക്ക് വലിയൊരു സംഭവമാണ് ഇത്. നോർമലി നമുക്ക് ക്ലോത്ത് വാഷ് ചെയ്യുന്ന പോലെയൊക്കെ വാഷ് ചെയ്യാം. അതിനേക്കാളൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പല മെത്തേഡുകളുണ്ട്. ഏറ്റവും സിമ്പിളസ്റ്റ് മെത്തേഡ് ഞാൻ പറയാം. മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു എടുക്കുക, കോട്ടൺ തുണിയോ തെർമോക്കോളോ എന്തെങ്കിലും സ്പോഞ്ച്. ഇപ്പോൾ എൻ്റെ കൈ നിലവിരിക്കുന്ന ഒരു സ്പോഞ്ചാണ്. ഞാൻ ഈ പീസ് ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് കണ്ട ഞാൻ തുടച്ച് കളയുക. കണ്ടോ പുത്തനാവുക. കണ്ട ജസ്റ്റ് റബ്ബ് ചെയ്യുക. ഇതെന്ത് ചെയ്യുക, ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പം ഇതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ക്ലീൻ ആവുന്ന കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുന്നതിനേക്കാളൊക്കെ സിമ്പിൾ സെറ്റ് ചെയ്തേക്കുന്ന ബ്ലൈൻഡ്സിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതുപോലെ നമ്മുടെ സ്പോഞ്ച് വെച്ചിട്ട് ഷാമ്പു ഇല്ലെങ്കിൽ വെള്ളം തൊട്ടായാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ക്ലീൻ ആക്കാം. അപ്പോൾ ആൾക്കാർക്ക് ഏറ്റവും കസ്റ്റമേഴ്സിന് ഏറ്റവും ഡൗട്ടുള്ള കേസാണ് ഇത് എങ്ങനെ ഈ ഭിത്തിയിലേക്ക് ഫിറ്റ് ചെയ്യണമെന്ന്. നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് മെത്തേഡ് പറഞ്ഞുതരും. വളരെ സിമ്പിളാണ്. ഇത് ഒന്നിലും നമുക്ക് എന്ത് ചെയ്യാം, ഭിത്തിയിലേക്ക് ഡ്രില്ല് ചെയ്യാം. അല്ലെങ്കിൽ ടോപ്പ് വശം ഭിത്തിയിലേക്ക് ചേർത്തത് ഇങ്ങനെയും ഡ്രില്ല് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഈ സെറ്റ് ചെയ്ത സ്ഥലത്തേക്ക് ബ്ലൈൻഡ്സ് ചെയ്യേണ്ട. ചുമ്മാ നമ്മൾ ഈ ബ്ലൈൻഡ്സ് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്തേ ഉള്ളൂ, വേണ്ട ഫിറ്റിംഗ് റെഡി. ഇതിനിപ്പോൾ ഊരണമെന്ന് വെച്ചാൽ വേണ്ട സിമ്പിളാണ്. ഇതിലൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ഊരിയെടുക്കാം. അപ്പോൾ ഇൻസ്റ്റാളേഷനും ഇത് ഊരലും ക്ലീനിങ്ങും എല്ലാം സിമ്പിളാണ്. നിങ്ങളുടെ ഓർഡേഴ്സിനും ഡൗട്ടിനും ഇനി നിങ്ങൾ വേറെ എവിടുന്നെങ്കിലും വാങ്ങിച്ചാലും നമുക്ക് പ്രശ്നമില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പേഴ്സ് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നമ്പർ കൊടുക്കാം. അതിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയിൽ എവിടെയും നമ്മൾ സാധനം എത്തിച്ചേരും. ഇൻസ്റ്റാളേഷൻ വേണ്ടവർക്ക് അങ്ങനെയും.